മോനെ മോനെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. പൊന്നൂന് മനസ്സിലാവണില്ലേ? മോന് മനസ്സിലാവണില്ലേ? അമ്മ വിളിച്ച് പൊന്നോ, അമ്മ വിളി ആ വിളി, അമ്മ വിളി. പൊന്നു കേക്കണുണ്ടടാ ഈ മോനെ, മോനെ കേക്കണ്ടോ? മോനന്മാരുടെ കയ്യിലൊന്നും ഇല്ലാത്തോണ്ടല്ലേ ചോദിക്കണ്? നമ്മളെ കയ്യിലൊന്നും ഇല്ലല്ലോ, എനിക്കറിയില്ല. ആരോട് ചോദിക്കണം എനിക്ക് ഇഷ്ടമല്ല, എനിക്കറിയാം. എന്നാലും എനിക്ക് തന്നെ വേണം, അതുകൊണ്ടാ ചോദിക്കണം കേട്ടോ. എനിക്ക് ഇവനില്ലാതെ പറ്റൂല. പിന്നെ പഴയ ഓർമ്മയോടെ ബുദ്ധിയോടെ ആരോഗ്യത്തോടെ എനിക്ക് ഇവനെ വേണം. അതിന് എല്ലാവരും ഒന്ന് സഹായിക്കണം. എല്ലാവരും സഹായം ഉണ്ടെങ്കിലേ ഇനി പറ്റുള്ളൂ ഞങ്ങൾക്ക്. അല്ലാതെ ഇനി ഞങ്ങളെ കയ്യിൽ ഇവനെ സഹായിക്കാനൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഫിറോസ് കുന്നംപറമ്പിലാണ്. കണ്ടു നിൽക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത കാഴ്ചയാണ്. ഉമ്മ എന്നൊരു വിളിക്ക് വേണ്ടിയിട്ട്, ആ മകന്റെ ജീവന് വേണ്ടിയിട്ട് ഒരു ഉമ്മ നമുക്ക് മുന്നിൽ കൈ നീട്ടുമ്പോ ആ കരഞ്ഞുകൊണ്ട് കൈ നീട്ടുന്നത് നമ്മുടെ ഉമ്മയാണെന്നെങ്കിലും കരുതിയിട്ട് ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം. ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് 1.5 മാസമായി തലയ്ക്കും സ്പൈനൽ കോഡിനും ശരീരത്തിന്റെ അവയവങ്ങൾക്കും ഗുരുതരമായ പരിക്ക് പറ്റിയിട്ട് ആ പൊന്നുമോന് വെന്റിലേറ്ററിൽ കഴിയുമ്പോ ആ കുടുംബത്തിന്റെ ഒരേ ഒരു പ്രതീക്ഷ, ആ കുടുംബത്തിലെ ഒരേ ഒരു ആൺതരി പ്രവാസിയായ ഉപ്പാന്റെ ഉമ്മാന്റെ മരണം വരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പൊന്നുമോന് ഇന്ന് ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുമ്പോ ആ മകന്റെ ജീവന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ കരഞ്ഞ് യാചിക്കുകയല്ലാതെ ആ ഉമ്മ എന്താണ് ചെയ്യേണ്ടത്? 5 നേരം നമസ്കരിക്കുന്ന, ദീനി കാര്യങ്ങളിലും പള്ളിയുടെ കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു പൊന്നുമോന് പഠിത്തം കഴിഞ്ഞാല് കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ജോലിക്ക് പോയിട്ട് അതിൽ നിന്നും കിട്ടുന്ന പണം ഉമ്മാന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന പൊന്നുമോന് ഇങ്ങനൊരവസ്ഥയിൽ ആ വെന്റിലേറ്ററിൽ കഴിയുമ്പോ ആ മകനെ ആ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കാൻ, ആ കുടുംബത്തിന് തിരിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാവരും സഹായിക്കണം. നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം. ഒരു നാട് മുഴുവൻ, ഈ കാണുന്ന കുഞ്ഞു മക്കളടക്കം പ്രിയപ്പെട്ട സുഹൈലിന്റെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ കൈനീട്ട. എല്ലാവരും സഹായിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തിട്ട് ഈ പൊന്നുമോന്റെ ചികിത്സയ്ക്ക് 30 ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ തൊയ്യോട്ടുചിറ മഹലിലെ ഖത്തീബ് അബ്ദുഷക്കൂർ മദനി. ഈ മഹലിലുള്ള തൊയ്യോട്ടുചിറ മഹലിലുള്ള പ്രദേശത്ത് താമസിക്കുന്ന സുഹൈൽ എന്ന് പറയുന്ന കുഞ്ഞുമോൻ 1.5 മാസക്കാലമായി അവനൊരു ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ട് അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ അത്യാസന്ന നിലയിലാണ് അവന്. ബോധം അവന് തിരിച്ചു കിട്ടിയിട്ടില്ല. മഹലിനും അതുപോലെയുള്ള പരിസരവാസികളാകുന്ന സുമനസ്സുകളുടെ വലിയൊരു സഹായം കൊണ്ട് 10 ലക്ഷം രൂപയോളം ഇപ്പോൾ ചെലവ് വന്നതും അതിനുശേഷം ഇനിയും താങ്ങാതെ വന്നപ്പോഴാണ് ഇത്തരമൊരു ലൈവ് പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന എല്ലാ നല്ലവരായ സഹോദര സഹോദരിമാര്, അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളും ഇതിൽ പങ്കാളികളായി ഈ സംരംഭം പരിപൂർണ വിജയത്തിലാക്കി 30 ലക്ഷത്തോളം വരുന്ന സംഖ്യ അത് സ്വരൂപിക്കുന്നിടത്ത് നിങ്ങളും ഭാഗവാക്കായി അതിനെ ഈ കുഞ്ഞുമോനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി സഹകരിക്കുകയും ഈ കുഞ്ഞുമോന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം. അല്ലാഹു തആല കുഞ്ഞിന് രക്ഷ നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ KPM സലീം, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എൻ്റെ ഗ്രാമപഞ്ചായത്ത് തൊട്ട് പ്രദേശമാണ് ഈ തെയ്യോട്ടുചിറ പ്രദേശം. ഈ പ്രദേശത്ത് ഒരു പൊന്നുമോൻ, സുഹൈൽ എന്ന് പറയുന്ന പൊന്നുമോൻ ജീവിതത്തോട് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അവന്റെ ജീവൻ ഈ നാടിനും അവന്റെ കുടുംബത്തിനും സമൂഹത്തിനും വളരെ അത്യാവശ്യമാണ്. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി 30 ലക്ഷം രൂപയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് ചെയ്യാൻ കഴിയുന്ന സഹായം മുഴുവൻ സുഹൈലിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, ജീവൻ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ആത്മമിത്രങ്ങളെ, സ്നേഹികളെ, ജുമാ പിരിഞ്ഞ ഉടൻ ഞങ്ങളിങ്ങനെ കൂട്ടായ്മ കൂടാനുള്ള കാരണം വളരെയധികം മാനസികമായി തളർന്നതുകൊണ്ടാണ്. ഞാൻ കൊടക്കാട് സയ്യിദ് എംപിച്ചി കോയത്തങ്ങൾ
സമസ്ത കേരള ജമിയത്തുൽ ഖുത്തബായിൻ്റെ ഉപാധ്യക്ഷനും പാലക്കാട് ജില്ലയുടെ അധ്യക്ഷനുമാണ്. തന്നെയുമല്ല, ഈ മഹല്ല് കൊടക്കാടുമായി തൊട്ടടുത്ത് നിൽക്കുന്ന മഹല്ലാണ് കൊടക്കാട് മഹല്ല് തയ്യോടിച്ചിറയുടെ. അതുകൊണ്ട് ഞങ്ങൾ ഒരു മഹല്ലുമായി ഒരുമവറ്റ മക്കളെ പോലെ കഴിയുന്നവരാണ്. പ്രിയപ്പെട്ട സുഹൈലിൻ്റെ ഈ അവസ്ഥ കേട്ടപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ വല്ലാത്തൊരു മാനസികമായ ശാരീരികമായ വല്ലാത്ത വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേൾക്കുന്ന ആത്മമിത്രങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൈൽ തിരികെ വരണം. 30 ലക്ഷം രൂപ വേണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ ആത്മീയമായി പറയുന്നു, നിങ്ങൾ അള്ളാഹു സഹായിക്കും, നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും, നിങ്ങൾ ഒരിക്കലും അള്ളാഹു കൈവിടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹായിച്ചോളൂ. അള്ളാഹു റായത്തിലാക്കും. സുഹൈലിനെ തിരികെ കിട്ടട്ടെ. അള്ളാഹു റായത്താക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാൻ അഡ്വക്കേറ്റ് AK മുസ്തഫ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. എൻ്റെ ഡിവിഷനിൽപ്പെട്ട 55-ാം മൈൽ കാഞ്ഞിരത്തടം എന്ന പ്രദേശത്തെ സുഹൈൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഒരു ആക്സിഡൻറ്റിനെ തുടർന്നുള്ള ചികിത്സയിലാണ്. ഏതാണ്ട് ഒരു മാസക്കാലം പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരേ ഒരു ആൺതരിയാണ് സുഹൈൽ. 19 വയസ്സുള്ള സുഹൈൽ ഒരു ITIയിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി അത്യാവശ്യം ജോലികളിലൊക്കെ വ്യാപൃതനായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു അപകടത്തിൽപ്പെടുന്നത്. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ കുടുംബത്തിന് ഈ നാടിൻ്റെ ഒരു സമ്മാനമായി നൽകണമെന്ന ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് നാട്ടുകാരെല്ലാവരും ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. ഈ തെയ്യോട്ടുചിറയിലെ കമ്മു സൂഫി മഹാനവറുകളുടെ സാന്നിധ്യത്തിലുള്ള ഒരു പള്ളിയും മഖ്ബറയും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇവിടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സുഹൈലിൻ്റെ ഇപ്പോഴുള്ള ഒരു അസാന്നിധ്യം ഈ നാടിനെ ഒട്ടാകെ നൊമ്പരപ്പെടുത്തുന്നു. ശരിക്കും ഓർമ്മ പോലും വീഴാതെ കഴിഞ്ഞ 1.5 മാസക്കാലമായി ചികിത്സയിലുള്ള ആ കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇവരെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഏതാണ്ട് 30 ലക്ഷത്തിലധികം രൂപ ചിലവ് ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ കുട്ടിയുടെ ചികിത്സക്ക് പ്രതീക്ഷിക്കുന്നതിലേക്ക് നാട്ടിലും വിദേശത്തും ജീവിതത്തിൻ്റെ ഏതേത് തുറകളിലുള്ള ആരൊക്കെയുണ്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. ആ സഹായം നിങ്ങളെല്ലാവരും അറിഞ്ഞ് നൽകുകയാണെങ്കിൽ ഒരു പൊന്നുമോനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിലെല്ലാവരും സഹകരിക്കണം എന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. വാർഡ് മെമ്പറും ചികിത്സാ സഹായ കമ്മിറ്റി ട്രഷററുമായിട്ടുള്ള റഷീദ് മാസ്റ്ററുടെ പേരിലുള്ള ചികിത്സാ സഹായ കമ്മിറ്റിയുടെ അക്കൗണ്ടും അതുപോലെ തന്നെ ഉമ്മ റംലത്ത്, സഹോദരി ഷഹല എന്നിവരുടെ ഗൂഗിൾ പേയും പേടിഎം ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി 30 ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.